റാഞ്ചിയിൽ നിന്നുള്ള കൗമാരക്കാരൻ സാർഥക് സിദ്ധാന്ത് ഇന്ന് ബി.ജെ.പിയുടെ കണ്ണിലെ കരടാണ്. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ അഴിമതിയും ടെൻഡർ ക്രമക്കേടുകളും ഒറ്റയടിക്ക് പോരാടി പുറത്തു കൊണ്ടുവന്നത് ഈ റാഞ്ചി സ്വദേശിയായ കൗമാരക്കാരനാണ്. രാജ്യത്തെ പൊതു ടെൻഡറുകളിലും സർക്കാർ കരാറുകളിലും സുതാര്യത ഉറപ്പാക്കാനായി 1.66 കോടി ഔദ്യോഗിക രേഖകൾ ക്രോഡീകരിച്ച ഓപ്പൺ സോഴ്സ് വെബ്സൈറ്റ് ആരംഭിച്ചതോടെ സാർഥകിന്റെ നീക്കത്തിന് ഗതിവേഗത കൈവന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടലിൽ നിന്നും കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ശേഖരിച്ച കോടിക്കണക്കിന് ഡാറ്റയാണ് സാർഥക് തന്റെ പുതിയ പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനായി സമർപ്പിച്ചിരിക്കുന്നത്. സുതാര്യത എല്ലാവർക്കും പ്രാപ്യമാകണം. ഇന്നു മുതൽ അത് സാധ്യമാണ് എന്നാണ് വെബ്സൈറ്റ് വിവരങ്ങൾ പുറത്തുവിട്ട് ഈ +2 വിദ്യാർത്ഥി എക്സിൽ കുറിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് സാർഥക് പിന്തുണ തേടിയിരുന്നു. ആരെയും പേടിക്കേണ്ട എന്നും മുന്നോട്ട് പോവുക എന്ന സന്ദേശവുമാണ് രാഹുൽ ഗാന്ധി നൽകിയിരുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നടത്തുന്ന എല്ലാത്തരം വാങ്ങലുകളും കരാറുകളും രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണ് സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടൽ. രാജ്യം ചെലവഴിക്കുന്ന ഓരോ നികുതി പണത്തിന്റെയും കണക്കുകൾ ഇതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ സാങ്കേതികമായ സങ്കീർണതകൾ കാരണം സാധാരണക്കാർക്കോ മാധ്യമപ്രവർത്തകർക്കോ ഈ സൈറ്റിൽ നിന്നും വിവരങ്ങൾ എളുപ്പത്തിൽ വിശകലനം ചെയ്യുക അസാധ്യമായിരുന്നു. ഈ പ്രതിസന്ധിക്കാണ് സാർഥക് സിദ്ധാന്ത് പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. വെറും 2 ആഴ്ചത്തെ കഠിനാധ്വാനം കൊണ്ട് ഒരു ഹൈ ത്രൂപുട്ട് സ്ക്രാപ്പർ അഥവാ വെബ്സൈറ്റുകളിൽ നിന്നും വലിയ തോതിൽ വിവരങ്ങൾ വേഗത്തിൽ ശേഖരിക്കാനുള്ള പ്രോഗ്രാം സ്വന്തമായി വികസിപ്പിച്ചാണ് സാർഥക് ഈ ദൗത്യം പൂർത്തിയാക്കിയത്. CPP പോർട്ടലിലെ ലക്ഷക്കണക്കിന് പേജുകളിലൂടെ ഈ പ്രോഗ്രാം കടന്നു പോവുകയും അവിടെ ചിതറിക്കിടന്നിരുന്ന ഡാറ്റ മുഴുവൻ കൃത്യമായി ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫലമായി 88 ലക്ഷത്തിലധികം പ്രധാന റെക്കോർഡുകൾ അടങ്ങിയ 2 ഫ്ലാറ്റ് ഡാറ്റാബേസുകൾ സാർഥക് നിർമ്മിച്ചു. സർക്കാർ ടെൻഡർ വിളിക്കുന്നത് മുതലുള്ള പ്രാരംഭ അറിയിപ്പുകൾ, അതിൽ പങ്കെടുത്ത കമ്പനികൾ, ഒടുവിൽ കരാർ സ്വന്തമാക്കിയവർ എന്നിവയുൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ 1,66,00,000 ഫയലുകളാണ് ഈ ഓപ്പൺ സോഴ്സ് സൈറ്റിൽ പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത്. ഒരു ഡാറ്റാബേസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സാർഥക് എക്സിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർക്കാർ ചെലവഴിക്കുന്ന ഓരോ രൂപയും ഒരു ടെൻഡറിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നു, ലേലം വിളിക്കുന്നു, വിജയിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു, കരാർ ഒപ്പിടുന്നു. ഈ പ്രക്രിയ ഒറ്റനോട്ടത്തിൽ കുറ്റമറ്റതാണെന്ന് തോന്നുമെങ്കിലും വൻകിട അഴിമതികൾ ആരും കാണാതെ നിശബ്ദമായി നടക്കുന്നത് ഇതേ ടെൻഡർ പ്രക്രിയയിലാണ്. മാധ്യമപ്രവർത്തകർ, ഡാറ്റാ സയന്റിസ്റ്റുകൾ, ഗവേഷകർ, നിക്ഷേപകർ, അഭിഭാഷകർ, കരാറുകാർ, സാധാരണ പൗരന്മാർ എന്നിവർക്കെല്ലാം ഈ ഡാറ്റ പൂർണ്ണമായും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാനും സ്വതന്ത്രമായി വിശകലനം ചെയ്യാനും സാധിക്കുമെന്നതാണ് വാസ്തവം. 2025-26 അധ്യയന വർഷത്തിൽ CBSE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ 17 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സാർഥക്. ഫലം വന്നപ്പോൾ താൻ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക് കണ്ട് അമ്പരന്ന സാർഥക് പുനഃപരിശോധനയ്ക്കായി ഡിജിറ്റൽ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ആവശ്യപ്പെട്ടു. എന്നാൽ ലഭിച്ച പകർപ്പുകളിൽ പല പേജുകളും അവ്യക്തവും, ചില പേജുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായതായിരുന്നു. പല ഉത്തരങ്ങളും മൂല്യനിർണ്ണയം നടത്താതെയാണ് മാർക്കിട്ടിരിക്കുന്നത്. ഇതോടെ CBSE ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിച്ച ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന്റെ സാങ്കേതികതയെക്കുറിച്ച് ഈ 17കാരൻ അന്വേഷിച്ചു. CBSE ഇതിനായി ഇറക്കിയ ടെൻഡർ രേഖകളും വിവിധ ഘട്ടങ്ങളിലെ ലേല പ്രക്രിയകളും ആഴത്തിൽ വിശകലനം ചെയ്തു. തന്റെ നിരീക്ഷണങ്ങൾ കോർത്തിണക്കി സാർഥക് എഴുതിയ വിശദമായ ബ്ലോഗ് പോസ്റ്റ് രാജ്യത്ത് വലിയ ചർച്ചയായി മാറുകയായിരുന്നു. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ വരുത്തിയ അനാവശ്യ മാറ്റങ്ങൾ, ചില കമ്പനികളിൽ സഹായിക്കാനായി സർട്ടിഫിക്കേഷൻ നിയമങ്ങളിൽ വരുത്തിയ ഇളവുകൾ എന്നിവയടക്കം കോടികളുടെ ടെൻഡർ അഴിമതിയാണ് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് തുടങ്ങിയ ഈ നീക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തതോടെ രാജ്യത്ത് പടർന്ന് പന്തലിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA സർക്കാരും രാജിവയ്ക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്.